Good morning, all. Very good morning to you. It's Shalini here. So, good morning. എങ്ങനെ ഒന്നുകൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. ഇനി നിങ്ങളോട് എല്ലാ ദിവസവും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? എന്ത് കഴിച്ചു? അയ്യോ ഒന്നും കഴിച്ചില്ലേ, ഉണങ്ങിപ്പോയല്ലോ, ഇല്ലേ ചോദിക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരാളോട് എന്ത് കഴിച്ചു എന്ന് ചോദിക്കാം? വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? ഈ ടുഡേ എന്നുള്ളത് ഇന്നത്തെ ദിവസമാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ വാട്ട് ഡിഡ് യു ഈറ്റ് എന്നാണെങ്കിൽ എപ്പോൾ കഴിച്ച കാര്യമാണെങ്കിലും ചോദിക്കാം. അപ്പോൾ ഒന്നുകൂടെ ചോദിച്ചേ, വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? അപ്പോൾ അതിന് ഉത്തരം പറയാൻ നമ്മൾ വേർബിൻ്റെ 3 രൂപം. കഴിച്ചു എന്നതിന് ഇംഗ്ലീഷ് എന്താണ്? ഈറ്റ്. അപ്പോൾ ഈറ്റ് കഴിച്ചു കഴിഞ്ഞു, ഏറ്റ്. ഇനി നേരത്തെ കഴിച്ചു, ഈറ്റൻ. അപ്പോൾ വേർബിൻ്റെ 3 രൂപം ഏതൊക്കെയാണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉത്തരം പറയണം എന്ന് നമുക്ക് പഠിക്കാം. അതിന് ഈ വേർബിൻ്റെ 3 രൂപം പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? നിങ്ങൾ എന്ത് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇഡ്ഡലി, ദോശയൊക്കെയാണ് നമ്മൾ എന്നും കഴിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്ന കാര്യങ്ങൾ പറ്റി പറയുമ്പോൾ നമുക്ക് എന്താണ്? ഐ, യു ഉപയോഗിക്കുമ്പോൾ ഈറ്റ് ഉപയോഗിക്കണം. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ്? ഈറ്റാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? ഐയും യുവും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഈറ്റ് തന്നെ ഉപയോഗിക്കണം. ഇനി ഒരാളെ പറ്റി മാത്രം പറയുമ്പോൾ, അതായത് ഹി, ഷീ, ശാലിനി, രാജു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഈറ്റ്സ്. അപ്പോൾ ഐ ഈറ്റ് ഇഡ്ലി എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇഡ്ഡലി കഴിക്കും. ഹി ഈറ്റ്സ് ദോശ എവറി ഡേ. അവൻ എന്നും ദോശ കഴിക്കും. ദേ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. അപ്പോൾ എന്താണ്? നമ്മൾ ഈറ്റേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദേ ഈറ്റ് ചപ്പാത്തി എവറി ഡേ. ഇനി ഇന്ന് പുട്ടാണ് കഴിച്ചതെങ്കിലോ, പുട്ടും പയറുമാണ് കഴിച്ചതെങ്കിലോ, പപ്പടവും ആണെങ്കിലോ, ഐ ഏറ്റ്, ഞാൻ കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ പറയും? ഐ ഏറ്റ് പുട്ട്, ഗ്രീൻ ഗ്രാം ആൻഡ് പപ്പടം. എന്താണ്? ഐ ഏറ്റ് പുട്ട്, ഗ്രീൻ ഗ്രാം ആൻഡ് പപ്പടം. ഇനി അവൾ കഴിച്ചു, ഷീ ഏറ്റ് സാൻഡ്വിച്ച്. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? വേർബിന്റെ 3ാമത്തെ രൂപം ഈറ്റൻ ഉപയോഗിക്കണം. ഐ ഹാവ്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് 3ാമത്തെ രൂപം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ്? ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിക്കണം, അല്ലേ? അപ്പോൾ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇന്നലെയല്ല, കുറച്ച് നേരത്തെ. അപ്പോൾ എങ്ങനെയാ പറയാ? രാജു നേരത്തെ കഴിച്ചിട്ടുണ്ട്. രാജു ഹാസ് ഈറ്റൻ കട്ട്ലറ്റ്. ദേ, അവർ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ദേ ഹാഡ് ഈറ്റൻ ബിരിയാണി. ഇനി നിങ്ങൾ ചോദിക്കുവാണ്, അപ്പം കഴിച്ചോ? വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? എനിക്ക് പകരം നമുക്ക് എന്ത് ചോദിക്കാം? ഡിഡ് യു ഈറ്റ് അപ്പം? അപ്പം നമുക്ക് എങ്ങനെ ഉത്തരം പറയാം? യെസ്, ഐ ഏറ്റ് അപ്പം ആൻഡ് ചട്നി. മനസ്സിലായോ? അപ്പോൾ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തേ. ഇനി നമുക്ക് എല്ലാ ദിവസവും 5 minutes ടീച്ചറിൻ്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യൂ. പുതിയ ഒരു 5 വേർഡ്സ് നമുക്ക് ഇന്ന് പഠിച്ചാലോ? ഹാർട്ടി, ക്രിസ്പ്, ഡിലീഷ്യസ്, ടെൻഡർ, സെസ്റ്റി. എന്താണ് ഹാർട്ടി? മനസ്സ് നിറയുക എന്ന് പറയത്തില്ല. ഐ ഹാഡ് എ ഹാർട്ടി മീൽ ടുഡേ. ക്രിസ്പ്, നല്ല മുരിഞ്ഞ്. ഐ ഏറ്റ് ക്രിസ്പി ചിക്കൻ, അല്ലെങ്കിൽ ദ ചിക്കൻ വാസ് ക്രിസ്പി എന്ന് പറയാം. ദ മീൽ വാസ് ഡെലീഷ്യസ്. ദ ചിക്കൻ കറി വാസ് ഡെലീഷ്യസ്. നല്ല രുചിയുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണെങ്കിലോ, ദാറ്റ് അപ്പം വാസ് വെരി ടെൻഡർ. മനസ്സിലായോ? ഇനി സെസ്റ്റി, നല്ല മണം വരുന്ന, നല്ല ഫ്ലേവറുള്ള ഫുഡിനെ ആണ് സെസ്റ്റി എന്ന് പറയുക. എന്താണ്? സെസ്റ്റി. ആ ഫുഡിന് എന്തൊരു മണമായിരുന്നു നിങ്ങൾ പറയാറില്ലേ? അപ്പോൾ അതിങ്ങനെ ഒന്ന് പറഞ്ഞേ, ദ ഫുഡ് വാസ് സെസ്റ്റി. മനസ്സിലായോ? ഹാർട്ടി, ക്രിസ്പ്, delicious, tender,
zesty. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും നമ്മൾക്ക് കാണാം. It's me, Shalini, and it's Easy English. Please like, share and subscribe to my channel. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. Bye.